ദുരന്തർ എന്ന് പറയുന്ന സിനിമ ടെക്നിക്കലി എടുത്താലും ആക്ടിംഗ് ബേസ് എടുത്താലും ഏത് ലെവൽ എടുത്താലും ഒരു പീക്ക് ലെവൽ സിനിമ തന്നെയാണ്, മികച്ച ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിനിമയിൽ മികച്ചതെന്ന് പറയാൻ ഡയറക്ഷനോ അല്ലെങ്കിൽ ആക്ടിംഗ് ആണ്. ഓരോ കഥാപാത്രവും അതിൽ മികച്ച ആക്ടിംഗ് ആണ്. ഈവൻ രൺവീറിന്റെ ആക്ടിങ്ങിനേക്കാളും ഒരു പടി മുകളിൽ എനിക്ക് തോന്നിയത് നമ്മൾ അജിത് ഡോവലായിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്ന മാധവൻ. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് മാധവൻ. ഈവൻ ഫസ്റ്റിനകത്തിലും എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് അത്ഭുതപ്പെട്ടു പോയത് മാധവനാണ്. അത് മേക്ക് ഓവർ തന്നെ മാധവനാണെന്ന് നമുക്ക് പറയത്തേ ഇല്ല ഒരു രീതിയിൽ. ആ രീതിയിലുള്ള മാറ്റവും പുള്ളിയുടെ ആക്ടിങ് ഒരു രക്ഷയില്ല. ഇതിനകത്തിൽ മാധവൻ ഒരു എൻട്രി കൊടുക്കുന്നുണ്ട്. ഈവൻ ഒരു ബഹളവും കയ്യടിയും ഒന്നും ഇല്ലാത്തൊരു തിയേറ്ററിൽ ഇരുന്നാണ് ഞാൻ കണ്ടതെന്നിട്ട് പോലും ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഒരു സിനിമയ്ക്ക് അങ്ങനെ കൈയടിക്കാറൊന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ മാധവന്റെ എൻട്രിയും ആ BGM കൂട്ടുള്ള വരവും സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരു വിസിലടിക്കാൻ തോന്നിപ്പോയി. അപ്പൊ ആ രീതിയിലുള്ള എൻട്രി മാധവന് കൊടുത്തത് വളരെ നല്ല. കാരണം മാധവനാണ് അതിലെ സെൻട്രൽ ക്യാരക്ടർ. രൺവീറിനേക്കാളും നായകൻ എനിക്ക് തോന്നുന്നു അജിത് ഡോവലാണ്. കഥയുടെ നായകനും അജിത് ഡോവലാണ്. റിയൽ ലൈഫിലായാലും അജിത് ഡോവലിന്റെ ക്യാരക്ടറാണ് സെൻട്രൽ ക്യാരക്ടർ. അതിന്റെ എല്ലാ ഇമ്പോർട്ടൻസും എല്ലാ ബഹുമാനവും കൊടുത്തുകൊണ്ട് തന്നെയാണ് ആ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അത് മാധവൻ ഒരു രക്ഷയില്ലാത്ത ലെവലിലാക്കി. പിന്നെ